ശ്രീരാമപാദഭക്തരായ രാമായണ പ്രിയരെ, 2 ദിവസത്തെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 2 ദിവസം ഇടാൻ പറ്റിയില്ല രാമായണം. വീണ്ടും നമുക്ക് രാമൻ്റെ അയനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. വേദവതിയുടെ ഒരു ശാപമുണ്ട്. നാരദൻ രാവണന് ഒരുപാട് ആൾക്കാരെ ശാപമുണ്ടല്ലോ. ശാപത്തിൻ്റെ തന്നെ ഒരു ഭണ്ഡാരമാണ് രാവണൻ. അപ്പോൾ വേദവതിയുടെ ശാപത്തിലൂടെ നമ്മൾ സീതയുടെ ജനനത്തിലേക്കും ഒക്കെ ആണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഇങ്ങനെ കാനനത്തിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അത്തത്രൈവ കണ്ടാനൊരാശ്രമത്തിങ്കൽ അത്യുത്തമയാകിയ കന്യക തന്നെയും ചിത്രഭാനുപ്രഭയോടും തപോധന വൃത്തിയോടും കണ്ടു ചൊന്നാൻ ദശാസ്യനും. സർവസ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീ ഇങ്ങനെ ദിവ്യഭോഗങ്ങൾ ഉപേക്ഷിച്ചു സമ്പൂർണ്ണ യൗവനവും വെറുതെ കളഞ്ഞാകുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്രൈവ സർവദാ താപസ്യായി വസിക്കുന്ന ദുർവാഞ്ചിതമതമെന്നോട് ചൊല്ലുക. ഉർവശിയോ നീ തിലോത്തമയോ മറ്റു ശർവാണിയോ മഹാലക്ഷ്മിയോ ചൊല്ലു നീ. ദാതനാകുന്നതാരമ്മയാകുന്നതാർ ചേതോഹരേ പറഞ്ഞിടു മടിയാതെ. ഇങ്ങനെ ഏട്ടനെ ജയിച്ചിട്ട് ആ പുഷ്പകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരാശ്രമത്തിൽ ഒരു അതിസുന്ദരിയായൊരു കന്യയെ കാണാനിടയായി. അങ്ങനെയാണ് ചിത്രഭാനുപ്രഭ, സൂര്യകോടിപ്രഭ എന്നൊക്കെ പറയില്ല, അതിന് ആ പ്രഭയോടും കൂടി, എന്നാലോ ഒരു ആഭരണവും ഒന്നുമില്ല. തപോധനവൃത്തി, ഒരു കാവി വസ്ത്രം എടുത്തിട്ടുണ്ടാവും, അത് തന്നെ. അപ്പൊ ഇയാൾക്ക് പിന്നെ ഈ പെണ്ണ് എന്ന് പറഞ്ഞ ഒരു ജന്മത്തിനെ കണ്ട ഇയാൾക്ക് പിന്നെ ഇരിക്ക പുറത്തെ ഉണ്ടാവില്ല ഈ രാവണന്. അപ്പൊ അവിടെ ഇറങ്ങി ചോദിച്ചു, എല്ലാ സ്ത്രീവർഗങ്ങൾ മുഴുവനും ആരാന്ന് വെച്ചാൽ പറയാനില്ല. അങ്ങനെയുള്ള എല്ലാവരും വണങ്ങുന്ന നീ ആരാണ്? ഇത്രയും മനോഹരിയായ നീ ആരാണ്? എന്തിനാണ് ഈ ദിവ്യഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഈ യൗവനവും വെറുതെ കളഞ്ഞിട്ട് പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട് ഇങ്ങനെ താമസവേഷത്തിൽ താമസിക്കുന്നെന്ന് എന്നോട് പറയൂ. ആ ദുർവാഞ്ചിതം, നല്ല വാഞ്ചിതം, നിന്റെ ദുർവാഞ്ചിതം എന്താണെന്ന് എന്നോട് പറയേ എന്ന് പറഞ്ഞു. ആരാണ് നീ? ഉർവശിയാണോ, അതായത് തിലോത്തമയാണോ, അല്ല ദേവേന്ദ്രന്റെ ഭാര്യയായ ശർവാണിയാണോ, അല്ല മഹാദേവന്റെ പത്നിയായ ശർവാണിയാണോ, അല്ല മഹാലക്ഷ്മിയാണോ, ആരാണ്? പറയും. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മ, എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. ജാതകം മുഴുവനും വായിക്കാണിപ്പോൾ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവള് മെല്ലെ പറഞ്ഞു ഈ കുട്ടി. പംക്തി കണ്ഠോക്തികൾ ഇങ്ങനെ കേട്ടൊരു ബന്ധുരഗാത്രിയും മന്ദമുര ചെയ്തു. വേദാധ്യയന പരായണനായ അതിബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശധ്വജനാം മുനി തന്നെ വാഗ്മയ്യാകിയ പുത്രി ഞാൻ കേൾക്ക നീ. വേദജ്ഞന്മാരായ താപസന്മാർ മമ വേദവതി എന്നു നാമവും ചൊല്ലിനാർ. എന്നെ പരിഗ്രഹിച്ചിടുവാനായി കൊണ്ടുവന്നാർ പലരും. അപ്പോൾ മമ താതനും കന്യക തന്നെ തരികയില്ലെന്നാശു ചൊന്നതു കേട്ടടങ്ങിയിടിനാരേവരും. എന്നുടെ നന്ദനാവല്ലഭനാകണം മാധവനെന്നു ചിന്തിച്ചു കൊടാഞ്ഞിതു. എന്നെ നൽകാഞ്ഞ മൂലം മമ താതനെ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി. മാതാവു താനും അപ്പോൾ മരിച്ചിടിനാൽ മാധവനെ കുറിച്ചൊന്നു തുടങ്ങി ഞാൻ. താതൻ നിനച്ചതു സാധിച്ചു കൊള്ളുവാൻ പീതാംബരൻ മമ കാന്തനായിടണമെന്ന് കൽപ്പിച്ചു തപസ്സു ചെയ്യുന്നിതു നന്നായി വരിക. പോയാലും ഭവാനെങ്കിൽ. യാതൊരു ചാഞ്ചല്യവും കൂടാതെ ഈ കുട്ടി ഇയാളോട് പറഞ്ഞു. വേദം അധ്യാപനം ചെയ്തു കൊടുക്കുന്നതായ
ബൃഹസ്പതിയുടെ നന്ദനൻ ഉഷധ്വജൻ എന്ന പേരുള്ള മഹർഷിയുടെ പുത്രിയാണ് ഞാൻ. അപ്പൊ താപസന്മാര് വേദം പഠിച്ചു വേദത്തിൽ അറിവ് നേടിയ താപസന്മാർ എനിക്ക് വേദവതി എന്ന് തന്നെ പേര് ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നെ വിവാഹം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, എൻ്റെ മകളെ ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് മാധവൻ ഭർത്താവണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അച്ഛൻ എന്നെ കൊടുക്കാതിരുന്നത് ആർക്കും. അത് ആ കൊടുക്കാതെ കാരണം കൊണ്ട് ഒരു രാക്ഷസൻ എൻ്റെ അച്ഛനെ ചതിച്ചിട്ട് കൊന്നു. അപ്പോൾ എൻ്റെ അമ്മ സതി അനുഷ്ഠിച്ചു. ആ അഗ്നിയിൽ ചാടി അമ്മ ആത്മാഹുതി ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ ചെറിയ കുട്ടിയല്ലേ, അന്ന് തൊട്ടിട്ട് ഞാനിങ്ങനെ തപസ് ചെയ്യുന്ന അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ എൻ്റെ ഭർത്താവണം ശ്രീനാരായണൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തപസ് ചെയ്യുന്നതാണ്. അങ്ങ് പോയാലും അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. അറിയേണ്ടതറിഞ്ഞില്ല, ഇനി പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജനമുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ. യുദ്ധമാകർന്ന ദശാനനും വിമാനത്തിങ്കൽ നിന്നുടൻ താഴത്തിറങ്ങിനാൻ. ചൊല്ലിനാൻ വേദവതിയോടു, രാവണനില്ല സൗജന്യം നിനക്ക് മനോഹരേ, വല്ലഭേ കേൾമമ കൈകളിൽ ഒന്നോളമില്ല വിലമെടോ വിഷ്ണുവിനോർക്ക് നീ. പോരും തപസ്സിന് നിന്നുടെ യൗവനം നാരീമണേ വെറുതെ കളയായികടോ. വാക്യമേവം കേട്ടു ചൊല്ലിനാൾ താപസി, യോഗ്യമല്ലാത്തതെന്നോട് ചൊല്ലായിക നീ. ഇത് അങ്ങ് വലിയ തപസ്സെല്ലാം ചെയ്ത് ഗംഭീരനായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു ഈ കുട്ടി. അപ്പോൾ വേഗം വിമാനം താഴത്തിറക്കി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, നിന്റെ അത്ര സുന്ദരികൾ ലോകത്തില്ല. നീ എൻ്റെ ഈ ഒരു കയ്യോളില്ല നീ ഇപ്പോൾ ഈ തപസ് ചെയ്തിട്ട് ഭരിക്കാൻ വിചാരിക്കുന്ന മഹാവിഷ്ണു. എൻ്റെ ഒരു കയ്യോളം അദ്ദേഹത്തിന് പോരാ, അദ്ദേഹം ബലം. യൗവനം കളയണ്ട, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വേണ്ടാത്ത വർത്താനം എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നവ ചൊന്നത് കേട്ടു ദശാനനൻ ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചതു. വന്ന കോപത്താൽ പറഞ്ഞതു താപസി, എന്നെ നീ തൊട്ടതു കാരണമിന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ലതു ചെയ്യിലോ വന്നുമോ പോമല്ലോ. തപസ്സിനു നാശവും ഇദ്ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിനിയൊരു സദൃത്തനായൊരു ഭൂപതി പുത്രിയായി വന്നു ജനിപ്പനായോ നിജയായുടൻ വന്നിടുമന്നു നിനക്കു മരണവും. സീതയുടെ ജനനം ശരിക്ക് മനസ്സിലാക്കാത്ത ആൾക്കാർ ഇത് കേട്ടിട്ട് മനസ്സിലാക്കിക്കോ. ഈ വേദവതിയുടെ പുനർജന്മാണ് സീത, അല്ലാതെ വേദവതിയിൽ രാവണന് ഉണ്ടായ കുട്ടിയൊന്നല്ല. എന്തിനിങ്ങനെ അബദ്ധം വിളമ്പുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വരൻ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവൻ പോയി തലമുടി ചുറ്റിപ്പിടിച്ചു. തലമുടി പിടിച്ചിട്ടല്ലോ, അപ്പൊ തന്നെ ദേഷ്യം, തപസ്സിന്റെ ശക്തി ഉണ്ടല്ലോ ദേഷ്യത്തിന്. അപ്പൊ പറഞ്ഞു, എന്നെ നീ തൊട്ടില്ലേ, അത് നിന്നെ ഞാൻ ഇന്ന് വധിക്കുന്നില്ല. കാരണം എൻ്റെ തപസ്, ഞാൻ ഇതുവരെ ചെയ്ത തപസ്സിന് പിന്നെ ഭംഗം വന്നു പോകും. ഞാനിപ്പോൾ ഈ ദേഹം ഉപേക്ഷിക്കും. എന്നിട്ട് ഞാനൊരു രാജാവിൻ്റെ മകളായിട്ട് അയോനിജയായിട്ട് ജനിക്കും. രാജാവിൻ്റെ മകളായി അയോനിജയാണ്. അങ്ങനെയാണ് ഞാൻ ജനിക്കുക. അന്ന് നിനക്ക് മരണം ഉണ്ടാവും. എന്നെ കൊണ്ടൊരു അനുഭവം നിനക്കുണ്ടാവുകയോ ഉണ്ടാവുകയും ചെയ്യില്ല. എന്നെ കൊണ്ട് ഏതും അനുഭവം കൂടാതെ വന്നു പോകണം. കുലനാശവും തവ കന്യകതാനും ഈ വണ്ണം ശപിച്ചുടൻ തന്നെ യോഗമഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചിരുന്നു ധരിച്ചാലും ഇന്ന് സീതാദേവിയായതവളല്ലോ. നാരായണനായതു ഭവാൻ നിർണയം കാരണം രാവണനാശത്തിനെന്നതും പറഞ്ഞു കൊടുത്തു. ആ യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ചിട്ട് അവള് അയോനിജയായിട്ട്, അങ്ങനെയാണ് ജനകന്റെ രാജധാനിയിലെത്തുന്നത്. അവളാണ് സീതാദേവി. അങ്ങ് ശ്രീനാരായണനും രണ്ടുപേരിപ്പോൾ ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ അവതരിച്ചിട്ടുള്ളത് രാവണനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ
രാവണൻ്റെ വേറെ വേറെ കുറേ കഥകൾ ഉണ്ടാവുമല്ലോ. കുറേ കഥകളുണ്ട് രാവണന്. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾക്ക് മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ശ്രീരാമചന്ദ്രന് ഈ കൃത്യം കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്താ, പിന്നെ വിമാനവുമേറി ദശാനൻ ചെന്നു മരുത്തനാം മന്നവൻ തന്നെ യാഗശാലാജിരെ ദേവകൾ അന്നേരം വേഗാൽ മറഞ്ഞിതു വേഷപ്രച്ഛന്നരായി. ഇന്ദ്രൻ മയൂരമായി അന്തകൻ കാകനായി അന്നമായി തന്നെ മറഞ്ഞു വരുണനും കിന്നരേശൻ കൃകലാസമായും തഥാ ഒന്നുമിളകാതിരുന്നു മരുത്തനും. അന്നേരം ആശു പറഞ്ഞു ദശാസനും ഒന്നുകിൽ എന്നോടു യുദ്ധം തുടങ്ങുക, നന്നായി വണങ്ങുക പോർ കരുതെങ്കിലോ എന്നു ദശാസൻ പറഞ്ഞതു കേട്ടത മന്നവനായ മരുത്തനും ചൊല്ലിനാൻ. എന്തു പറഞ്ഞതു ചാപല്യ വാക്കുകൾ അന്തകൻ വീട്ടിനു പോകേണമെന്നതോ ചൊല്ലു നീ ആരെന്നും എന്നോട് വൈകാതെ ചൊല്ലിനാൻ ഉത്തരം അപ്പോൾ ദശാസ്യനും. മരുത്തൻ കുഞ്ഞ രാജാവിൻ്റെ യാഗശാലയിൽ പോയി. പിന്നെ വേഗം അവിടേക്ക് അപ്പം അവിടെ ഈ ദേവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ദേവന്മാരൊക്കെ ഇവനെ കാണുമ്പോൾ ഓരോരോ രൂപം എടുത്തിട്ട് അങ്ങ് മറഞ്ഞു. ഒരാൾ ദേവേന്ദ്രൻ മയിലായിട്ട് പറന്നുപോയി. അന്തകൻ കാക്ക, അതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നില്ലേ പിതൃക്കൾക്ക് കൊടുക്കുന്നത് കാക്കക്ക് കൊടുത്താൽ അത് അന്തകൻ കാക്കക്ക് കൊടുത്ത വരാന്ന്. അല്ലാതെ നമ്മുടെ പിതൃക്കൾ മരിച്ചുപോയൊരു കാക്കയായിട്ട് വന്നിട്ട് ഭക്ഷിക്കുന്നതല്ല. ആ കാക്ക ഭക്ഷിച്ചാൽ നമ്മുടെ പിതൃക്കൾക്ക് തൃപ്തിയാവും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വരുണൻ എന്ത് ചെയ്തു, അരയനായിട്ട് അങ്ങ് പോയി, പറന്ന് വെള്ളത്തിൽ അങ്ങനെ പോയി. ദേവേന്ദ്രൻ ദേവേന്ദ്രനല്ല, നമ്മുടെ കുബേരനില്ലേ, കൃകലാസ, ഈ ഓന്ത്, മരുത്തൻ അനങ്ങാതിരുന്നു. മരുത്തന് പേടിയൊന്നുമില്ല. നേരം വന്നിട്ട് പറഞ്ഞു, നീ ഒന്നിക്കൽ എന്നോട് യുദ്ധം ചെയ്യൂടോ, അല്ലെങ്കിൽ എന്നെ നമസ്കരിക്ക് എന്ന് പറഞ്ഞു ഈ രാവണൻ. മരുത്തൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് മരുത്തൻ പറഞ്ഞു, നീ നല്ല ആള് ഗംഭീരം തന്നെ, ഏതായാലും ഏട്ടന് അടിച്ചുറ്റ് കൊന്നിട്ട് പോയി. അപ്പം മരുത്തൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് മരുത്തൻ ഒരു രാജാവല്ലേ, അദ്ദേഹം വെറുതെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടില്ല. നിന്നെ ഏതായാലും കൊന്നിട്ട് കാര്യം എന്ന് പറഞ്ഞു. നിന്നെ കൊന്നിട്ട് ഇനി ബാക്കി കാര്യം എന്നും പറഞ്ഞ് മരുത്തൻ പിന്നെ യുദ്ധത്തിന് തയ്യാറായി. ഞാൻ എൻ്റെ ഏട്ടനാ ജയിച്ചോനാന്ന് വന്നിട്ട് ഞാൻ പിന്നെ വിമാനം പുഷ്പകം കൈയടച്ചോനാന്ന് എന്നെല്ലാം പറയുമ്പോൾ സന്തോഷമായി. സ്വന്തം അച്ഛന് തുല്യനായ ഏട്ടനെ കൊന്നിട്ട് വരുന്ന ആളല്ലേ, ഗംഭീരം തന്നെയാണ് നിന്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു മരുത്തൻ. നേരം ഇദ്ദേഹം പറഞ്ഞു, നീക്കാൻ കളിച്ചു, യാഗം ദീക്ഷിച്ചിരിക്കുന്നതല്ലേ. അപ്പൊ സമ്പർത്തൻ എന്ന് പറഞ്ഞാല് ബൃഹസ്പതിയുടെ സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഗുരുനാഥനാണ്, ഗുരു. അദ്ദേഹം പറഞ്ഞു, യാഗം ദീക്ഷിച്ച സമയത്ത് അതിന് എഴുന്നേക്കാൻ പാടില്ല, വേറൊരു കാര്യം ചിന്തിക്കാൻ പാടില്ല. അത്രമാത്രമല്ല, ഇത് മഹേശ്വര സത്രമല്ലേ, മഹാദേവന് വേണ്ടി ചെയ്യുന്ന സത്രമല്ലേ, അത് ഇന്ന് വിഘ്നം വരുത്തിയാൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് വരാനുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്രം കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യം എന്ന് പറയുമ്പോൾ പറഞ്ഞു. അത് ദേവേന്ദ്രനെ പോലെയല്ല ഈ ഇദ്ദേഹം, സമ്പർത്തൻ അല്ല നമ്മുടെ മരുത്തൻ. ഗുരുനാഥൻ പറയുന്നത് അനുസരിക്കുന്ന ഒരാളായിരുന്നു. പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അതിന് നിന്നു. പൂക്കി വിളിച്ചിട്ട് എല്ലാവരും കൂടെ പോയി ജയിച്ചു, മരുത്തനെ ജയിച്ചെന്നും പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് ഈ ഇവരെ കണ്ട് രാവണനെ കണ്ട് പേടിച്ചു പോയവരെല്ലാം വന്നു, ദേവന്മാരെല്ലാം. അന്നേരം ദേവേന്ദ്രൻ പിന്നെ ഇതിനോട് പറഞ്ഞു, മയിലിനോട് പറഞ്ഞു, നിങ്ങളെ ശരീരത്തിന് വളരെ സുന്ദരമായിട്ടുണ്ടാവട്ടെ, പീലികളെല്ലാം എന്നെ കണക്കെ നല്ല നല്ല നീല നേത്രങ്ങളാവണേ നിങ്ങളെ പീലികൾ കേട്ടോ, നല്ല ഭൂമിയിൽ ഞാൻ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവട്ടെ എന്നൊക്കെ അനുഗ്രഹം കൊടുത്തു.
കാക്കകൾക്ക് കാലൻ വരം കൊടുത്തു. എന്താ? രോഗങ്ങൾ കൊണ്ടും വയസ്സുകൊണ്ടും നിങ്ങൾ ചാവൂല, ആരെങ്കിലും ഒരുത്തം കൊല്ലണം. ഇപ്പം ഈ ഷോക്ക് അടിച്ചിട്ടല്ലോ അല്ലേ കാക്കകളെല്ലാം ചാവുന്നത്. കൊന്നാലേ നിങ്ങൾ ചാവൂല, മറ്റേ നിങ്ങൾക്ക് ആയുസെത്തൂല എന്നൊരു വരം കൊടുത്തു. അത് മാത്രമല്ല, എൻ്റെ സംയമനയിലുള്ള ഇവരൊക്കെ ഉണ്ടല്ലോ, കുറേ ഞാൻ പിടിച്ചു കൊണ്ടുപോയി മരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയവരൊക്കെ, അവർ പിതൃക്കളാണ്. അവർക്ക് നിങ്ങൾ ഭക്ഷണം, നിങ്ങൾക്ക് മനുഷ്യന്മാർ തരുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് തൃപ്തിയാവും, അവർക്ക് ഈ പിതൃക്കൾക്ക് എന്നും ഒരു വരം കൊടുത്തു. പിന്നെ അരയൻ ഞങ്ങളോട് വരുണം പറഞ്ഞു, നിങ്ങളുടെ ശരീരം നല്ല വെളുത്തിട്ട് ജലത്തിൽ ഇങ്ങനെ പങ്കജനാളസൂത്രം, അതായത് താമരയുടെ നൂലുണ്ടല്ലോ, വേര് താമര നൂല്, അതിങ്ങനെ കൊത്തി വലിച്ച് തിന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. നേരം ഈ കിന്നരേശൻ ഇവർക്ക് ഊന്തുകൾക്ക് വരം കൊടുത്തു. എന്തൊന്നു കൊടുത്തത്? നിങ്ങളെ തലയിൽ ഒരു നല്ലൊരു കിരീടം വെച്ചിട്ട് നല്ല ഗംഭീരന്മാരായിട്ട് നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. കുബേരൻ അങ്ങനെയാണ് വരം കൊടുത്തത്. ആ വരവും കൊടുത്തിട്ട് ഇവര് ആവിർഭാവമൊക്കെ ഭുജിച്ചിട്ട് പോയി. അതാളുടെ സ്ഥാനത്തേക്ക് പോയ സമയത്ത് മരുത്തെ അതിന് ദക്ഷിണയൊക്കെ കൊടുത്തു. ഓരോരോ രാജാക്കന്മാരും നല്ല സന്തോഷമായിട്ട് ഓരോരോ ദിക്കിൽ പോയി, അവർ പോയി. അപ്പം ഇവനുണ്ടല്ലോ, ഈ രാവണൻ ഓരോരോ രാജാക്കന്മാരടുത്തും വരും, യുദ്ധത്തിന് വരും എന്നോട്, അല്ലെങ്കിൽ എന്നെ നമസ്കരിക്കുക, യുദ്ധത്തിന് വരും എന്നോട്, അല്ലെങ്കിൽ എന്നെ നമസ്കരിക്കുക, ഇങ്ങനെ ഓരോരോ രാജാക്കന്മാരോട് പോയിട്ട് പറയും. അവരെല്ലാം കാര്യമാക്കി എടുക്കൂല, നമസ്കരിച്ചാൽ നിൽക്കണില്ല, ഇവനോടൊന്നും യുദ്ധത്തിന് ദുഷ്ടനോട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിൽക്കും. അത് ആരൊക്കെ ആധിയുടെ അടുത്ത് പോയി, സുരഥൻ്റെ അടുത്ത് പോയി, പുരൂരവസൻ്റെ അടുത്ത് പോയി, ദുഷ്യന്തൻ്റെ അടുത്ത്, ഇവിടെയൊക്കെ പോയിട്ട് പറയുമ്പോൾ അവരെല്ലാം ഈ ബ്രഹ്മാവ് കൊടുത്ത വരം ഓർമ്മിച്ചിട്ട് ഉണ്ടാണ്ട് നിന്നു. ഞങ്ങളെല്ലാം നിന്നോട് തോറ്റുപോയി എന്ന് പറഞ്ഞു, തോറ്റു എന്ന് പറഞ്ഞു. അപ്പം വന്നത് അയോധ്യയിലേക്കാണ്. അപ്പം അവിടെ ഈ അയോധ്യയിൽ മുമ്പ് അനാരണ്യൻ എന്നൊരു രാജാവായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ അനാരണ്യനോട് യുദ്ധത്തിന് പോയി. അപ്പം അനാരണ്യൻ ഇതൊന്നും ആലോചിച്ചില്ല, ബ്രഹ്മാവിൻ്റെ വരവൊന്നും ആലോചിക്കാതെ ഇവനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഈ രാവണനോട് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് രാവണൻ ഈ രാജാവിൻ്റെ ചതുരംഗ സേനനെല്ലാം കൊന്നു. ആ സൈന്യനാശം കണ്ട സമയത്ത് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു. ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഗത കൊണ്ടൊരൊറ്റ അടി ഈ അനാരണ്യന. അപ്പം അദ്ദേഹം തളർന്നു വീണിട്ട് പറഞ്ഞു, ശപിച്ചു, എനിക്കിപ്പം മരണം വരും, ഏതായാലും നീ ഇതുകൊണ്ട് ജയിച്ചു എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ വംശത്തിൽ, എൻ്റെ വംശത്തിൽ ദശരഥൻ എന്ന പേരുള്ള രാജാവുണ്ടാവും, അദ്ദേഹത്തിന് രാമൻ എന്നൊരു മകനുണ്ടാവും. ആ കുട്ടി നിന്റെ വംശനാശം വരുത്തും. നീ ഇത് ചെയ്തതുകൊണ്ട് എൻ്റെ വംശത്തിൽ തന്നെ രാമൻ എന്ന പേരുള്ള ഒരാളുണ്ടായിട്ട് നിന്റെ വംശനാശം വരുത്തും എന്ന് ശപിച്ചു. അദ്ദേഹം മരിക്കുകയും ചെയ്തു. നേരം അഗസ്ത്യൻ പറയുന്നത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അക്കാലത്തുള്ള രാജാക്കന്മാർക്കൊന്നും ഇവനോട് എന്തേ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റാതെ വന്നത് എന്ന് ചോദിച്ചു. ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല ഇവന് ശക്തി കൂടിയത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, ഇവന് അഹങ്കാരം മൂത്തിട്ട് ദേവന്മാർക്ക് സങ്കടം വരുത്തിക്കൊണ്ട് ഇവനിങ്ങനെ ജീവിക്കുന്ന സമയത്ത് മാഹിഷ്മതി എന്നുള്ള രാജ്യത്ത് ചെന്നു. കൃതവീര്യനന്ദനായ അർജുനനില്ലേ, കാർത്തവീരാർജുനൻ, കൃതവീരന്റെ മകനായ കാർത്തവീരാർജുനൻ കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ നർമ്മദാ നദിയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം മേലെ കൂടി പോകുമ്പോൾ ഇത് കണ്ടു. ആ പുണ്യനദിയായ നർമ്മദ കണ്ടിട്ടാകുമ്പം അവിടെ വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അനുചരന്മാരോട് പറഞ്ഞു.
അല്ല, ഈ രാജാവ് പറഞ്ഞു. രാജാവ് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നർമ്മദയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കുളിച്ചോ, ക്ഷീണമൊക്കെ മാറ്റി നമുക്കിവിടെ കുറച്ച് സമയം ചേർന്ന് നമ്മളെ എന്തെല്ലോ നിയമം ഉണ്ടല്ലോ, കർമ്മങ്ങൾ, അതൊക്കെ ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. മധ്യാഹ്ന ഇതൊക്കെ ചെയ്യണ്ടേ, മൃത്യുഞ്ജയന് അർച്ചനയും കഴിക്കാന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും, രാവണൻ പറഞ്ഞു, രാവണൻ തന്നെയാ പറഞ്ഞത്, രാജാവല്ല. രാവണൻ ഇതൊക്കെ പറഞ്ഞിട്ട് മൃത്യുഞ്ജയന് അർച്ചനയൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ചന്ദനവും പുഷ്പങ്ങളൊക്കെ ഒരുക്കി ശിവലിംഗത്തിനെ പൂജിച്ചു. അന്നേരം അതെ, രാവണൻ തന്നെ അർച്ചന ചെയ്യുന്ന സമയത്ത് ശിവനെ ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് സ്തുതിക്കുന്നു. ഇത് നിത്യായ നിർമ്മലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായ തേ നമ. ഞാനും ആചാര്യനും ഈശനും ഒന്നായി മനസ്സേ തോന്നി വരുന്നിതു മാമകേ. ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിൻ മധ്യേ പൊങ്ങി വരുന്നതു കാണായിതു ജലം. രാവണൻ അന്ന് താഴെ ഇറങ്ങിയിട്ട് നല്ല സുന്ദരമായ ഇത് കണ്ടിട്ട് നദി കണ്ടിട്ടാകുമ്പോൾ ഇവിടെ ഇറങ്ങി എല്ലാവരോടും കുളിക്കുക എന്നെല്ലാം പറഞ്ഞ് കുളിച്ചു. ശിവലിംഗത്തിന് പൂജ ചെയ്യുന്ന സമയത്ത് വെള്ളം പൊങ്ങി 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 വന്നിട്ട് വീടും വാളും ശിവലിംഗം എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഇതെന്ത് കഷ്ടം, ഇതെന്തിങ്ങനെ വരാൻ എന്ത് കാരണം എന്ന് വിചാരിച്ചിട്ട് കീഴ്പോട്ടേക്ക് പോകേണ്ട വെള്ളമുണ്ടോ, പണ്ട് മേൽപോട്ട് പോയിട്ട് ഇതെന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് അറിഞ്ഞിട്ട് വാന്ന് പറഞ്ഞ് കുറച്ച് ശുഗനെയും സാരണനൊക്കെ പറഞ്ഞേച്ചു. അവര് പോയി നോക്കുന്ന സമയത്ത് വെള്ളത്തോണ്ടിങ്ങനെ ചിറകെട്ട്, നമുക്ക് ഈ 1000 കൈ ഇങ്ങനെ പിടിച്ചാൽ തന്നെ വെള്ളത്തിന് ചിറകെട്ടിയാണൊക്കെ ആയില്ലേ. അപ്പം വെള്ളം മേലോട്ട് പൊങ്ങുന്നതാണെന്ന് വന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അർജുനനാ അതാരി, ഓനെ ഇപ്പൊ കൊന്നിട്ട് കാര്യം, സജ്ജനങ്ങൾ ദേഷിക്കുന്നവനല്ലേ, ഓനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ലങ്കയ്ക്ക് ഓനെ കൊല്ലാണ്ട് ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞു. മഹേശ്വരന്റെ പൂജയോടെ സമർപ്പിക്കാതെ എഴുന്നേറ്റു. ഈ കർത്തവീരാർജുനോട് യുദ്ധത്തിന് തുടങ്ങി. ഒരു പറയും, ഇതാ ദശഗ്രീവനായ രാവണൻ വന്നിട്ട് യുദ്ധത്തിനൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ തമ്പുരാനോട് പോയിട്ട് പറയണൊക്കെ പറഞ്ഞു. അന്നേരം അവര് പോയിട്ട് അവര് ചിരിച്ചിട്ട് പറഞ്ഞു, യുദ്ധസമയം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ വന്നത്, ഒന്ന് ഗംഭീരം തന്നെ നിന്റെ കാര്യം. ഇപ്പൊ കുളിക്കാണ് ചെയ്യുന്നത്, നിന്റെ മതം നാളെ അടക്കും, ഇപ്പൊ നീ നിക്കണ്ടതിനെന്ന് പറഞ്ഞു. എനിക്കിപ്പം അത്രക്ക് കൈത്തരിപ്പുണ്ടെങ്കിലേ ഞങ്ങളെ കൊന്നോ, എന്നാലും വരും, നിന്നോട് യുദ്ധത്തിന് ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. അവര് ഈ പ്രഹസ്തനോട് പറഞ്ഞയച്ചു. നേരെ എല്ലാവരും ഈ യുദ്ധത്തിന്റെ കോലാഹലം കേട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ കുളിക്കട്ടാ, പേടിക്കണ്ട, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഈ രാവണന്റെ മതം തീർക്കാൻ വേണ്ടിട്ട് പോയിട്ടാണുള്ളത്. ഇനി ബാക്കി കാര്യം എന്താ, നമുക്ക് നാളെ ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കാം. ഇന്നത്തെ ഭാഗം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും പാദപത്മങ്ങളിൽ സമർപ്പിച്ച് പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം മേതത്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.